നമ്മുടെ വീട്ടിൽ ഇന്നലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, ഒരു ചിക്കൻ ബിരിയാണി. അത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള സാലഡില്ലേ, അതായത് സവാള, തക്കാളി, തൈരൊക്കെ കൂട്ടിയുള്ള നമ്മുടെ സാലഡ് ഉണ്ടായിരുന്നു. ബിരിയാണി കഴിച്ച് സാലഡ് തീർന്നു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് വേറൊരു രീതിയിൽ ഇന്ന് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ സോസ് ഉണ്ടാക്കാം. നമ്മുടെ അറബിക് ബിരിയാണി അല്ലെങ്കിൽ കപ്സയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാറുള്ള ടൈപ്പ് ഒരു സോസില്ലേ, അതാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരേ കണ്ടൻസ് ഒക്കെ വെച്ചിട്ട്, അതായത് ഒരേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പലതരത്തിൽ ഇന്ന് സോസ് ഉണ്ടാക്കാൻ പോവാം, അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് 1.5 തക്കാളിയാണ്. അത് നമുക്കൊന്ന് റഫായിട്ട് അരിയാം. ഇത് നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയില, എക്സാക്ട് കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വെളുത്തുള്ളിയുടെ ഒരു വലിയ അല്ലി, ഒരു പച്ചമുളക്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും, 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ജീര പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിന് പുറമേ നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി വല്ല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ സോസ് റെഡിയായി. നല്ല സിമ്പിളായിരുന്നു. ഇത് കുറച്ച് സ്പൈസി വേർഷൻ ആയിട്ടുള്ള സോസാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സോസ് ഉണ്ടാക്കാം, സവർ ക്രീം സോസ്. അപ്പോൾ പേര് നമുക്ക് മനസ്സിലാക്കാം, ഇതിന് സവർ ക്രീം വേണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് വേണ്ട വെച്ചാൽ നമ്മൾ കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില കുറച്ച് അധികം ഇട്ടോളാം. ഞാനിപ്പോൾ ഒരു കൈപ്പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കണം. നമ്മൾ മല്ലിയില എന്തോരം എടുക്കുന്നോ അതിൻ്റെ കുറച്ച് മതി നമ്മൾ മിൻറ്റ് ലീവ്സ് എടുക്കുന്നത്. ഒരു 1/2 പിടിയോളം മിൻറ്റ് ലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ്, ഒരു പച്ചമുളക്, പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 2 3. ഇനി എന്താ, നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ 1/3 കപ്പ് സവർ ക്രീം ഇട്ട് കൊടുക്കുക. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചു വെച്ച മിക്സിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് 1/3 കപ്പ് യോഗർട്ടിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആൻഡ് ടേസ്റ്റ് കിട്ടും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരുപാട് നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന്. കാരണം ഇതിന് മുന്നത്തെ സോസ് എൻ്റെ കണക്കിൽ കുറച്ച് സ്പൈസിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആ സോസ് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടത് ഈ സോസാണ്. ഇത് നമുക്കൊരു ഡിപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഡിപ്പായിട്ട് നമുക്ക് ഈ സോസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സോസും വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സോസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പിടി മല്ലിയില നിറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 പിടി മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ മുകളിൽ ഒരു വലിയ അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇതിന് പുറമെ നമ്മൾ യോഗേർട്ട് അല്ലെങ്കിൽ തൈര് 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എക്സാക്ട് മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ 1/4 കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, കട്ടത്തൈര്. ഇത് നമുക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം, കട്ടത്തൈര്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 1/4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. 1/4 ക്യുക്കമ്പർ ഗ്രേറ്റ് ചെയ്തിടാം. ക്യുക്കമ്പർ കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു 1/2 തക്കാളി കുനുകുന അരിഞ്ഞിടണം. ഇതിന് പുറമെ നമുക്ക് കുനുകുന സവാളയും കൂടെ അരിഞ്ഞിടാം. ഒരു 1/4 സവാള നമുക്കിതിലേക്ക് അരിഞ്ഞിടാം. സവാളയും കൂടെ നമുക്ക് സോസിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ജീര പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീര പൗഡർ. അപ്പം നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബിരിയാണിയുടെ സോസായിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള സ്നാക്കിൻ്റെ കൂടെ ഡിപ്പായിട്ടൊക്കെ നമുക്ക് ഈ സോസൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ 3 ടൈപ്പ് സോസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിനി ഇത് സെർവ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിനി സോസ് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാ സോസും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ജെസിക്ക സേ ടാറ്റാ. Oh, so sweet.